മലയാളത്തിന്റെ അഭിമാന താരമാണ് സഞ്ജു വി സാംസൺ. നമ്മുടെ സ്വന്തം അഭിമാനമായ സഞ്ജു വി സാംസൺ. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം നേടിയ മലയാളത്തിന്റെ അഭിമാനമായ സഞ്ജു സാംസൺ. ഞാൻ ഇന്ത്യ ടീമിന് കളിക്കണമെന്ന് തീർച്ചയായിട്ടും വലിയ ആഗ്രഹമാണ്. കളിക്കാൻ കിട്ടിയ എനിക്ക് എൻ്റെ സ്വപ്നമാണ് ഇന്ത്യ ടീമിനെ കൊണ്ട് വീണ്ടും ഇന്ത്യ ടീമിലോട്ട് കോൾ വന്നതിന് വളരെ എക്സൈറ്റഡ് ആണ്. എനിക്ക് ഡോമിനേറ്റ് ചെയ്ത് കളിക്കാനാണ് ഇഷ്ടം. ഡോമിനൻ്റ് ആയിരുന്നു എല്ലാ മാച്ചസും, എല്ലാ ദിവസവും നമ്മൾ നന്നായിട്ട് കളിച്ച ടീമായിട്ട്. അപ്പോൾ ഞാനും നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പം എനിക്ക് കറക്റ്റായിട്ട് ചാൻസും കിട്ടി. പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത പോലെ എനിക്ക് കളിക്കുന്നു. അതിന് പെർഫോം ചെയ്താൽ തീർച്ചയായിട്ടും ഇന്ത്യ ടീമിലെത്താൻ പറ്റും. ഇന്ത്യ ടീമിലെത്താൻ പറ്റും. ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാള സാന്നിധ്യം സഞ്ജു വി സാംസണ് സ്കൂൾ അധികൃതർ കൃത്യമായ വരവേൽക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ സഞ്ജു വി സാംസണിന് സ്വന്തം കലാലയത്തിൽ ആവേശകരമായ സ്വീകരണം. പ്രിയ സുഹൃത്തിനെ തോളിലേറ്റി അവർ മുദ്രാവാക്യം വിളിച്ചു. ആവേശം അറിവാനീസ് കോളേജിന് ഒരു മികച്ച ക്രിക്കറ്റ് പ്രതിഭയുടെ നേട്ടത്തിൽ ആഹ്ലാദം അടക്കാനായില്ല. അവരെല്ലാവരും ഇത്ര നല്ല സന്തോഷവും ഇത്ര നല്ല എനർജി കാണിക്കുന്നത് എനിക്കും സഞ്ജു സാംസണിന് അന്തിമ 11-ൽ സ്ഥാനമില്ല. സഞ്ജു സാംസണെ കളിപ്പിക്കാതിരിക്കാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുന്ന ടീം മാനേജ്മെന്റ്. പരീക്ഷിക്കാൻ സഞ്ജു മാത്രമേ ഇന്ത്യൻ ടീമിൽ അവശേഷിക്കുന്നുള്ളൂ. സഞ്ജു ഒരു പരാജയം മതി സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്തേക്ക് കളയാൻ എന്ന് നമുക്കറിയാം. സാധാരണ നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരമാണ് സഞ്ജു. ശുഭ്മാൻ ഗില്ലിന്റെ വരവിൽ ആ സ്ഥാനം നഷ്ടപ്പെടുക മാത്രമല്ല, ഗില്ലും ജയ്സ്വാളും ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് സഞ്ജുവിനെ ഓപ്പണറായി ഇറക്കിയതെന്ന് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു വെച്ചു. ശേഷം ഏഷ്യ കപ്പ് വരുന്നു. സഞ്ജുവിന് ബാറ്റിംഗ് നിരയിൽ കൃത്യമായൊരു സ്ഥാനം ഏഷ്യ കപ്പിൽ ഉണ്ടായിരുന്നില്ല. പിഴവുകൾ പലതും ആവർത്തിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ആശങ്കയുടെ കാർമേഘങ്ങൾ മൂടിക്കെട്ടിയ ആകാശം സഞ്ജുവിന് മുന്നിൽ വാതിലുകളൊക്കെ കൊട്ടിയടച്ചതാണ്. എന്നാൽ അതയാൾ ചവിട്ടി തുറന്നു. This is truly an emotional story for ages. ഇത് കാലങ്ങളോളം ഓർമ്മിക്കപ്പെടും. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ICC T20 World Cup 2026. 80.25 ആവറേജ്, 321 റൺസ്, 200 സ്ട്രൈക്ക് റേറ്റ്. നേർത്തു പെയ്യുന്ന ഒരു ചത്തൽ മലയായി തുടങ്ങി പിന്നെ റൺസ് പ്രളയം സൃഷ്ടിക്കുന്ന ന്യൂനമർദ്ദ പേമാരിയായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഒരു മലയാളി പെയ്തു നിറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് അഭിമാനത്തോടെ തന്നെ പറയാം, സാംസൺ ബൈ നെയിം, സാംസൺ ബൈ നേച്ചർ. സഞ്ജു സാംസൺ തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി വരികയാണ്. രാജ്യത്തിന്റെ അഭിമാന താരമായ ക്രിക്കറ്റ് സഞ്ജു സാംസൺ കേരളത്തിലേക്ക് വരുന്നു. സഞ്ജു എന്ന ബാറ്ററെ, സഞ്ജു എന്ന മനുഷ്യനെ ആളുകൾ നെഞ്ചിലേറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ലോകമേ കൺതുറന്ന് കാണും. വിശ്വത്തിന്റെ നെറുകയിൽ ഇതാ ഒരു മലയാളി. നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. അത് നേടിയെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാനും ഡിസിപ്ലിൻ ലൈഫിൽ കാണിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് നേടാൻ പറ്റും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. സഞ്ജു സാംസൺ ഞങ്ങളുടെ ഹീറോയുടെ കഥ തുടരുകയാണ്.